എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞതനുസരിച്ച് അവർ മാർക്കറ്റിൽ പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അരിയൊക്കെ വേറെ ഇരിപ്പുണ്ട്, എന്നിട്ടും വേറെ ബ്രാൻഡ് വേറെ അരിയൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൗലോസ് എന്നാണ് അവിടുത്തെ അടുക്കളക്കാരൻ്റെ പേര്. അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്രയും സാധനങ്ങളൊക്കെ മേടിക്കുന്നത് എന്ന് ചോദിച്ചില്ലേ എന്ന്. അന്നേരം അരപ്പ പറയും, ഞാൻ ചോദിച്ചതാണ്. അന്നേരം ഒരൊറ്റ നോട്ടം, പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയും. ഇവരിങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സ്റ്റാൻലിയുടെ അപ്പച്ചൻ ഔതുക്കുട്ടച്ചായൻ ദൂരേന്ന് വണ്ടി കൊണ്ട് വരുന്നത് കാണുന്നത്. അത് കാണുന്നത് പൗലോച്ചൻ പറയുന്നുണ്ട്, ഈശ്വര, ഇതിപ്പം വിളിക്കാതെയുള്ള വരവാണല്ലോ. അപ്പോൾ തന്നെ ഊഹിക്കാം എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇനി എനിക്ക് പിടിപ്പത് പണി കാണും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പൗലോച്ചായൻ. ഏതായാലും വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങുമ്പം ഈ മുഖം ഇങ്ങനെ മങ്ങിയിരിക്കുവാണ് പൗലോച്ചൻ്റെ. അതുകൊണ്ട് ഔതുക്കുട്ടിച്ചായൻ അടുത്ത് വന്നിട്ട് ചോദിക്കും, എന്താ പൗലോച്ച, ഞാൻ വന്നത് നിനക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ലേ? നിൻ്റെ മുഖത്തെന്താ ഒരു തെളിച്ചില്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ വേറെ ഒന്നും കൊണ്ടല്ല, പറയാതെയല്ലേ വന്നത്. പറഞ്ഞിട്ട് വരുമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കായിരുന്നു. പറയാതെ വന്നല്ലോ എന്നോർത്തൊരു വിഷമത്തിന് ഇങ്ങനെ നിന്നതാ എന്ന് പറയുമ്പോൾ, ഓ അതായിരുന്നോ എന്ന് ചോദിക്കും. പിന്നെ ആൻ്റപ്പനോടായിട്ട് ചോദിക്കുന്നുണ്ട്, പുതിയ ഇനം എന്തെങ്കിലും വന്നോടാ എന്ന്. അന്നേരം ഇല്ലെന്നേ, പഴയ ബ്രാൻഡിയും അതൊക്കെ തന്നെ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അതല്ലടാ ചോദിച്ചത്, പുതിയ ഇനം നായ്ക്കൾ വല്ലതും വന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. പഴയതുങ്ങളാണെങ്കിൽ പേടിക്കേണ്ട, അവന്മാർക്ക് എന്നെ അറിയാലോ. അല്ലെങ്കിൽ വല്ല കടിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ പുക്കിളിന് ചുറ്റും കുത്തിവയ്പ് എടുക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയല്ലെന്നേ, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. അന്നേരം പഴയതൊക്കെ തന്നെയുള്ളൂ, പുതിയതായിട്ട് ഒന്നുമില്ല എന്ന് പറയും. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നൊരു കുശലമൊക്കെ പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി പോരുന്നത്. അന്നേരം ചോദിക്കും, ഇവിടെ എന്താ പ്രശ്നം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല. പിന്നെ ആ പാലായിൽ നിന്ന് ഒരു ആൾ വന്നായിരുന്നു, ബാലചന്ദ്രൻ എന്ന് പറഞ്ഞൊരാൾ. അതിനുശേഷം ഇത്തിരി ഒരു മാറ്റമുണ്ട് കേണൽ സാറിനെ എന്ന് പറയുന്നുണ്ട് ആൻ്റപ്പൻ. അന്നേരം എന്നാൽ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അപ്പച്ചനകത്തേക്ക് പോരുന്നു. അത് കഴിഞ്ഞ് അവർ ആ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അകത്തേക്ക് എടുത്ത് വെക്കുവാണ്. പൗലോച്ചനാണെങ്കിൽ ഇഷ്ടം പോലെ പണിയുണ്ട് എന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലേക്കും പോകുന്നുണ്ട്. ഈ സമയം അകത്ത് സ്റ്റാൻലി പയ്യെ ഓരോന്നിങ്ങനെ ആലോചിച്ചിറങ്ങി വരുന്നു. എന്നത്തെയും പോലെ തന്നെ കുപ്പിയിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് ബ്രാൻഡി ഒഴിക്കുന്നു, കുടിക്കാൻ തുടങ്ങുന്നു. അന്നേരമാണ് കറക്റ്റ് അപ്പച്ചൻ കയറി വരുന്നത് കാണുന്നത്. അന്നേരം അപ്പച്ചൻ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ എത്തിയോ എന്ന് ചോദിക്കുമ്പം, എടാ ഞാൻ ആ തെന്മല ഡാം വഴി ഇങ്ങനെ കയറി പോകുന്നു. അത് കുറച്ച് വളവും തിരിവുള്ള വഴിയാണെങ്കിലും വഴി നല്ലതാണ്, പെട്ടെന്ന് ഇങ്ങ് എത്തുകയും ചെയ്യാം, അതുകൊണ്ട് ഇങ്ങ് കയറി പോകുന്നതാണ് എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, ഇവളാണ് എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന്. അവിടെ ഒരു പട്ടി കിടപ്പുണ്ട് കേട്ടോ. അന്നേരം അതിനെ നോക്കിയിട്ട് സ്റ്റാൻലി പറയും, അകത്തേക്ക് കയറി എഴുന്നേറ്റ് പോകാൻ പറയുന്നു. ആ പട്ടി അങ്ങോട്ട് എഴുന്നേറ്റ് പോകും. അത് കഴിഞ്ഞ് അപ്പച്ചനോട് ഇരിക്കാൻ പറയും. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നു. അവിടെ റോബിച്ചനൊക്കെ എന്നെ ഉണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ, അവൻ എന്നാ വിശേഷം, അടിച്ച് തീരുക, എന്നാ അടിയാണെന്നറിയോ, നിനക്കൊന്ന് ഉപദേശിക്കാൻ മേലേ, അവൻ്റെ അടി കണ്ടിട്ടുണ്ട് പേടിയാകും എന്നൊക്കെ പറയുമ്പം, ഞാൻ എങ്ങനെയാണ് അവരെ ഉപദേശിക്കാൻ പറ്റിയ ആളാണോ ഞാൻ എന്ന് ചോദിക്കുമ്പം, എടാ നീ തുള്ളി കുടിക്കുമ്പം അവൻ ലിറ്റർ കണക്കിനാണ് കുടിക്കുന്നത്, അതാ പ്രശ്നം എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കുടിച്ചിട്ടുണ്ടെങ്കിൽ മക്കളുണ്ടാകില്ല എന്ന് അപ്പച്ചൻ പറഞ്ഞു കൊടുക്കണമെന്ന്. അന്നേരം അത് തന്നെയാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി, ഒരു കുഞ്ഞുണ്ടോ, അതില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പച്ചൻ ചോദിക്കും, എന്താടാ ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എന്നോട് ആൻ്റപ്പൻ പറഞ്ഞു, പക്ഷെ അവന് കൃത്യമായിട്ട് അറിയത്തില്ല എന്നും പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ അവനറിയാം, എന്താ പ്രശ്നം എന്ന് ചോദിക്കുവാണ്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, എന്നെ അന്വേഷിച്ച് പാലയിൽ നിന്ന് ഒരു ബാലചന്ദ്ര മേനോൻ ഇവിടെ വന്നായിരുന്നു എന്ന്. അന്നേരം ബാലചന്ദ്ര മേനോൻ, അയാൾ വീട്ടിൽ വന്നായിരുന്നു, ഞാനല്ലേ അയാൾക്ക് ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തത്, എന്താ അയാൾ വന്നിട്ട് പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി പറയുവാണ്, അയാൾ വന്നിട്ട് എന്നോട് പറഞ്ഞത് എനിക്ക് 23 വയസ്സായ ഒരു മകളുണ്ട് എന്നാണ് എന്ന് പറയും. അതേക്കും അങ്ങ് ചിരിക്കുവാണ് അപ്പച്ചൻ. എന്നിട്ട് 23 വയസ്സായ മകളോ, അത് നല്ലൊരു തമാശയാണല്ലോ, നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമല്ലേ ആയോളൂ, അതിനിടയ്ക്ക് എങ്ങനെയാണ് നിനക്ക് 23 വയസ്സുള്ള മകളുണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അത് അപ്പച്ച ഒരു 10-25 വർഷം മുമ്പുള്ളൊരു സംഭവമാണ്. അപ്പച്ചൻ അറിയാലോ ഒരു വൈജയന്തിയെ, ആ വൈജയന്തിയെ ഞാൻ 25 വർഷം മുമ്പ് ആഗ്രയിൽ വെച്ച് സ്നേഹിച്ച കാര്യവും അപ്പച്ചൻ അറിയത്തില്ല എന്ന് ചോദിക്കുമ്പം, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, എത്ര കാലമായി, എത്ര വർഷങ്ങൾക്ക് മുമ്പ്, അതൊക്കെ ഇപ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ആ വൈജയന്തിയിൽ എനിക്കുണ്ടായ മകളാണ് ഈ പറയുന്ന പെൺകുട്ടി. ആ പെൺകുട്ടി ഇപ്പം ഈ ബാലചന്ദ്രമേനോൻ്റെ വീട്ടിലുണ്ട്, അവൾക്ക് ഇപ്പോൾ പോകാൻ വേറെ ഇടമില്ലാത്തൊരവസ്ഥയിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട്, എടാ ഇതൊക്കെ വെറും കള്ളത്തരമാണ്, പൈസ തട്ടാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും, അതുകൊണ്ട് ഇതിലൊന്നും നീ പോയി വീണ് കൊടുത്തേക്കരുത് എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെ പണത്തിൻ്റെ ആവശ്യം അയാൾക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, അയാൾ ഒരു സ്വർണ്ണക്കട മുതലാളിയാണ്, പിന്നെയും കുറേ ബിസിനസ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് പണം ആയിരിക്കുകയില്ല ആവശ്യം എന്ന് പറയുമ്പം
അപ്പച്ചൻ പറയുന്നുണ്ട്, നീ അതൊക്കെ വിശ്വസിച്ചോ? ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവന് സ്വർണ്ണക്കടയുണ്ടെന്നൊക്കെ അങ്ങ് വെറുതെ തട്ടിവിട്ടതായിരിക്കും, നമ്മൾ അന്വേഷിക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും പോയി വീണയ്ക്കല്ലേ ലാലിച്ച എന്ന് ഇങ്ങനെ പറയുക. അന്നേരം ആകെ ഒരു ബുദ്ധിമുട്ടാണ്ടോ ലാലിച്ചന്. നമ്മുടെ സ്റ്റാൻലി തന്നെയാട്ടോ ലാലിച്ചൻ എന്ന് വിളിക്കുന്നത്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ച അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ ഒരു മകളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് അപ്പച്ചനറിയാലോ. ഞാനും വൈജയന്തിയും തമ്മിൽ പിരിയുന്ന സമയത്ത് അവൾ 8 മാസം ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യവും അപ്പച്ചൻ അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ തന്നെ നീ ഇനി അതൊന്നും എടുത്ത് തലയിൽ വെക്കാൻ പോകണ്ട. എങ്ങനെയാണെങ്കിലും അവൾ 10-23 വർഷം ജീവിച്ചില്ലേ, അതുപോലെ ഇനി അങ്ങ് ജീവിച്ചോളും. അല്ലെങ്കിൽ തന്നെ അയാളങ്ങ് നോക്കിക്കോളും അവളുടെ കാര്യം. അതിനകത്ത് നീ ഇടപെടാനൊന്നും പോകണ്ട. നിൻ്റെ കുടുംബം ഇനി തകർക്കാൻ നീ ആയിട്ട് ശ്രമിച്ചേക്കരുത്. നമ്മുടെ കുടുംബത്തിനകത്ത് ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ കൂടെ ഇനി പുറത്തുനിന്ന് ഒരു പ്രശ്നം കൂടി എടുക്കണ്ട എന്ന് പറയുന്നു. അന്നേരവും സ്റ്റാൻലി പറയുക, അങ്ങനെയല്ല അച്ഛാ, അത് കേട്ടതിന് ശേഷം എനിക്കൊരു വിഷമമാണ്. എൻ്റെ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയാണ് ഞാൻ അപ്പച്ചനെ വിളിച്ച് വരുത്തിയത് എന്ന് പറയും. അന്നേരം അപ്പച്ചൻ പിന്നെയും പറയുന്നുണ്ട്, വേണ്ട സ്റ്റാൻലി, ആ ഒരു ഭാഗത്തേക്ക് നീ തിരിഞ്ഞു നോക്കിയേ വേണ്ട. ഇത്രയും കാലം നമ്മളിതൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് തന്നെ? അതുകൊണ്ട് അതിനെപ്പറ്റി നീ ചിന്തിക്കേ വേണ്ട എന്ന് തന്നെ അപ്പച്ചൻ പറയുന്നു. എങ്കിലും സ്റ്റാൻലിക്ക് പിന്നെ ഒരു കുറ്റബോധവും വിഷമമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ബാലേന്ദ്രനെ വിളിക്കുവാണ്. ബാലേന്ദ്രൻ ഫോൺ എടുത്തിട്ട് ഹലോ വെക്കുന്നു. അന്നേരം ഇപ്പുറത്ത് ഹലോ കേൾക്കുമ്പോഴേ, സ്റ്റാൻലി ആയിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ആദ്യമായിരുന്നു എന്ന് പറയുമ്പം എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുവാണ്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടല്ലോ, ആ സ്ഥിതിക്കൊന്ന് സംസാരിക്കാം എന്ന് കരുതി വിളിച്ചതാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയും, അങ്ങനെ ഒരു സൗഹൃദ സംഭാഷണത്തിനാണ് വിളിച്ചതെങ്കിൽ എനിക്ക് താല്പര്യമില്ല. ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്ന നിലയിൽ ആ പെൺകുട്ടിയെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണ് വിളിച്ചതെങ്കിൽ മാത്രം നമുക്ക് സംസാരിച്ചാൽ മതി എന്ന് പറയുവാണ്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, അല്ലെങ്കിലും നിങ്ങളുമായിട്ട് സൗഹൃദം കൂടേണ്ട കാര്യമൊന്നും എനിക്കുമില്ല. ഞാനിപ്പം ആ പെൺകുട്ടിയുടെ അപ്പച്ചനായിട്ട് നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് കൂട്ടിക്കോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പറഞ്ഞു എനിക്ക് 23 വയസ്സായ ഒരു മകളുണ്ട് എന്ന്. അതെൻ്റെ മകളാണ് എന്ന് തെളിയിക്കുന്ന എന്ത് രേഖയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രന് നല്ല ദേഷ്യം വരുവേ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ, അങ്ങനെയുള്ള രേഖ വേണമെങ്കിൽ അത് ഞാനല്ല നിങ്ങൾക്ക് കൊണ്ടുതരേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളാണ് അത് തേടിപ്പോകേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ DNA ടെസ്റ്റ് നടത്തിക്കണോ, അല്ലാതെ എന്നോടല്ല ചോദിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇതെന്താ ബാലേന്ദ്ര ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് തെളിവ് ചോദിച്ചുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. പിന്നെ എൻ്റെ ഭാര്യ കല്യാണത്തിന് മുമ്പ് പിഴച്ച് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസവത്തിലുണ്ടായ കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാൻ തെളിവ് അന്വേഷിച്ച് പോകേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ അത് ചെയ്താൽ മതി എന്ന് പറയുന്നു. അന്നേരം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിങ്ങളാണ് ഇങ്ങോട്ട് വന്ന് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്, അതെല്ലാം ഒറ്റയടിക്ക് ഞാൻ വിശ്വസിക്കും എന്ന് നിങ്ങൾ കരുതിയോ? എന്നിട്ട് ആ പെൺകുട്ടിയെ സ്വീകരിക്കുമെന്ന് നിങ്ങൾ കരുതിയോ എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം. എൻ്റെ ഭാര്യ പിഴച്ച് പ്രസവിച്ചൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് പറ്റുന്ന രീതിയിൽ നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാനിപ്പം ശ്രമിക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് താഴാൻ സാധിക്കത്തില്ല. അങ്ങനെ താഴാൻ പറ്റുന്ന ഒരവസ്ഥയിലുമല്ല ഞാൻ. ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലകിൽ ഇറങ്ങി നിന്നുകൊണ്ടാണ് എന്ന് പറയുവാണ് ബാലേന്ദ്രൻ. ഇവരിങ്ങനെ സംസാരിക്കുമ്പം എന്താ പറയുന്നത് എങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പച്ചൻ. അതുകൊണ്ട് തന്നെ ഇത് സ്പീക്കറിലിടും. അന്നേരം അപ്പച്ചൻ പിന്നെയും ചോദിക്കും, ഈ പെങ്കൊച്ച് എവിടുന്നാണ് വന്നത് എന്നൊക്കെ ചോദിക്കാൻ. അന്നേരം സ്റ്റാൻലി പറയും, ഞാൻ ഫോൺ എൻ്റെ അപ്പച്ചൻ്റെ കൈ കൊടുക്കാമെന്ന്. അപ്പച്ചൻ്റെ കൈ ഫോൺ കൊടുത്തു കഴിയുമ്പോഴേക്കും ഒരു ചൊറിഞ്ഞ വർത്തമാനാണ് അപ്പച്ചൻ്റെ. അപ്പച്ചൻ ചോദിക്കുവാണ്, ഈ പെങ്കൊച്ചേ അങ്ങനെ പൊട്ടി താഴേക്ക് ആകാശത്ത് നിന്ന് പൊട്ടി വീണതൊന്നും ആയിരിക്കുമല്ലോ, ഇത് വന്ന കുറേ വഴികളുണ്ടാവില്ല, അത് എന്നതാ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ എന്ന് പറയും. അത് കേൾക്കുന്നത് ബാലേന്ദ്രൻ എങ്ങനെ അരിച്ചു കയറും. അന്നേരം ബാലേന്ദ്രൻ പറയും, ഫോൺ സ്റ്റാൻലിയുടെ കൈ കൊടുക്കുക, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ യാതൊരു താല്പര്യവുമില്ല. ഞാൻ സ്റ്റാൻലിയോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് സ്റ്റാൻലിയോടെ സംസാരിക്കാനുള്ളൂ എന്ന് പറയുന്നു. അന്നേരം ഫോൺ തിരിച്ചു കൊടുക്കും അപ്പച്ചൻ. എന്നിട്ട് എന്നോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു, എന്നാൽ നീ അങ്ങ് സംസാരിക്കുക എന്ന് പറയുവാണ്. അന്നേരം സ്റ്റാൻലി ചോദിക്കും, ഇതെന്താ ബാലേന്ദ്ര ഇങ്ങനെ ഒരു ശത്രുക്കളെ പോലെ പെരുമാറുന്നത്? ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ സംഭാഷണം ഇവിടെ വെച്ച് എനിക്ക് നിർത്തേണ്ടി വരുമെന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് വന്ന് പറഞ്ഞു. ഇനി ഇതിൽ കൂടുതലൊന്നും നിങ്ങളെടുത്ത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇനി എന്ത് തെളിവാണെങ്കിലും അത് അന്വേഷിച്ച് പോകേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. എന്നിട്ട് അങ്ങ് ഇങ്ങനെ വേർത്ത് നിൽക്കുക കേട്ടോ ബാലേന്ദ്രൻ. നല്ല ദേഷ്യം വന്നു, പ്രഷർ കൂടി ബാലേന്ദ്രന്. ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നു ബാലേന്ദ്രൻ. ഈ സമയം സ്റ്റാൻലി പറയുന്നുണ്ട്, അയാൾ ഫോൺ കട്ട് ചെയ്തല്ലോ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. അന്നേരം അപ്പച്ചൻ പറയുവാണ്, അതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല, നീ അതിൻ്റെ പുറകെ പോവുകയേ വേണ്ട. ഇപ്പം തന്നെ നിനക്കൊരു കുടുംബമുണ്ട്, ആ കുടുംബത്തിൽ നിനക്ക് 3 മക്കളുമുണ്ട്, അതിലേറെ നീ ഒന്നും ചിന്തിക്കേണ്ട എന്ന് തന്നെ പറയുന്നു. അന്നേരം ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ സ്റ്റാൻലി.
പിന്നെ കാണിക്കുന്നത് ഈ അപ്പച്ചൻ വൈകിട്ടിരുന്ന് മദ്യപിക്കുന്നതാണ്. പോകുന്നില്ല, ഇന്ന് മദ്യപിച്ചതുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ച് പോകണ്ട, അതുകൊണ്ട് പോകുന്നില്ല എന്ന് വെച്ചു. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്ക് ആൻ്റപ്പം വന്നിട്ട് തന്നെ ഇരുന്ന് കഴിക്കുവാണോ എന്ന് ചോദിക്കും. അന്നേരം അതെന്താടാ നിനക്ക് വേണോ എന്ന് ചോദിക്കുമ്പം വേണ്ട, ഡ്യൂട്ടി സമയത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കേണൽ സാർ വഴക്ക് പറയും എന്ന് പറയുവാണ്. അന്നേരം അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യമാണ്, ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉള്ളതൊക്കെ നല്ലതാ എന്ന് പറയുമ്പം എന്നിട്ട് അപ്പച്ചൻ തന്നെ ഇതങ്ങ് അടിച്ച് തീർക്കുമോ? ഇല്ലല്ലോ, പിന്നെ എന്താ എന്ന് ചോദിക്കുമ്പം ഇല്ലെന്നേ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ അടിച്ച് തീർക്കത്തൊന്നുമില്ല, ഇതിൽ നിന്ന് ഒരു 2 എണ്ണവേ ഞാൻ കഴിക്കുകയുള്ളൂ, ബാക്കി ഞാനങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് എനിക്കിത് കഴിക്കാനുണ്ട്. ഇതിൽ നിന്ന് വേണമെങ്കിൽ ഞാനൊരു 2 പെഗ്ഗങ്ങ് ഒഴിച്ചു തരും, അതിൽ കൂടുതലൊന്നും നടക്കത്തില്ല, ഇതങ്ങനെയൊന്നും കിട്ടത്തില്ല, ഈ ലാലിച്ചൻ വേറെ എവിടുന്നോ വരുത്തിക്കുന്നത്, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം ഇങ്ങനെ 2 എണ്ണം കഴിച്ചിട്ട് കൊണ്ടുപോകാതെ ഞങ്ങൾക്ക് തരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കുകയില്ല എന്ന് അപ്പച്ചൻ പറയുന്നുണ്ട്. എന്നാൽ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്റ്റാൻലി ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, അപ്പച്ചൻ ഇന്ന് പോകുന്നില്ലല്ലോ അല്ലേ എന്ന്. അന്നേരം ഇല്ലടാ, ഞാനിന്ന് കഴിച്ചില്ല, അതുകൊണ്ടാണ് പോകാത്തത്, നാളെ ഏതായാലും പോകണമെന്ന് പറയുവാണ്. അന്നേരം സ്റ്റാൻലി പറയും, നമ്മളിവിടെ സംസാരിച്ച കാര്യങ്ങളൊന്നും റോബിച്ചിനോടും ആൽബിച്ചിനോടും ഒന്നും പറഞ്ഞേക്കരുത് എന്ന്. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നില്ല, ഇനി നീ അതിന് പുറകെ പോകുകയൊന്നും വേണ്ട, ആ കേസ് അവിടെ അങ്ങ് തീർത്തേരെ എന്ന് പറയുവാണ്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, അതെങ്ങനെയാ അപ്പച്ച അത് അങ്ങനെ അങ്ങ് തീർത്ത് കളയുന്നത്? അപ്പച്ചൻ അറിയാമല്ലോ, വൈജയന്തി അന്ന് അവിടുന്ന് പോകുമ്പം അവൾ 8 മാസം ഗർഭിണിയായിരുന്നു, എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മയുള്ള കാലമായിരുന്നു, അമ്മയ്ക്ക് താല്പര്യമായിരുന്നു, ഒരിക്കൽ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നുവെന്നും അവളെ കാണണമെന്നും ഒക്കെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അന്ന് അപ്പച്ചൻ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നെങ്കിൽ ഞങ്ങളുടെ വിവാഹം അങ്ങ് നടന്നു പോയേനെ. അപ്പച്ചന് ഇഷ്ടമല്ലായിരുന്നല്ലോ അന്യജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നത്, അതുകൊണ്ടല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം എടാ, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, പിന്നെ നിൻ്റെ അമ്മച്ചി അതിനെല്ലാം സമ്മതിച്ചത് അവൾക്കറിയായിരുന്നു അവൾക്ക് ഒരുപാട് ആയുസില്ല എന്ന്, മരിക്കുന്നതിന് മുമ്പ് നിൻ്റെ പെണ്ണിനെ കാണാനുള്ള ഒരാഗ്രഹം കൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നു. അന്നേരം സ്റ്റാൻലി ചോദിക്കുവാണ്, അന്ന് വൈജയന്തി അവിടുന്ന് അവളുടെ വീട്ടുകാർ കൂട്ടിക്കൊണ്ടു പോയപ്പം അവളുടെ വീട്ടുകാരും അപ്പച്ചനും തമ്മിൽ ഒരു രഹസ്യധാരണയില്ലായിരുന്നോ എന്ന്. അന്നേരം എന്ത് രഹസ്യധാരണ, നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പം അവളുടെ വീട്ടുകാർക്ക് ഞങ്ങളുടെ വിവാഹം ഇഷ്ടമല്ലായിരുന്നു, അതുപോലെ തന്നെ അപ്പച്ചനും ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിക്കുന്നത്, ഇതിൻ്റെ അകത്തൊരു രഹസ്യധാരണയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം ഒന്ന് പതറുന്നുണ്ട് അപ്പച്ചൻ. അങ്ങനെ ഇരിക്കുന്ന അപ്പച്ചനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.